أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരു തുള്ളി വെളിച്ചം എന്ന പ്രോഗ്രാമിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സർവശക്തനായ തമ്പുരാൻ ആഗതമായി കൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമളാനിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനും ആ റമളാനിൽ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ്. നമുക്കറിയാം, 12 മാസങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയെങ്കിലും ഇതര മാസങ്ങളിൽ നിന്നൊക്കെ വളരെ ശ്രേഷ്ഠവും പവിത്രവുമായ മാസമാണ് പരിശുദ്ധ റമളാൻ. ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി: അല്ലയോ പ്രവാചകരെ, നമുക്ക് വെറും 1 മാസം മാത്രമാണല്ലോ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു: മറ്റു പ്രവാചകന്മാർ 1000 വർഷവും അതിൽ കൂടുതലും ജീവിച്ചു. പക്ഷേ നമ്മുടെ ആയുസ് വെറും 60-നും 70-നും ഇടയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇതിന് പകരമായി നമുക്ക് നൽകിയത് പരിശുദ്ധമായ റമളാനും അതിലെ 1000 മാസങ്ങളേക്കാൾ പവിത്രമായ ലൈലത്തുൽ ഖദ്റും മാത്രം. നാം 1000 മാസം ജീവിച്ച് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും പവിത്രത പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ എന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട രാത്രിയിൽ ചെയ്താൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് സാരാംശം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്ത് മുഹമ്മദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെട്ടുപോകുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹു തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി: ഇന്നി ഉഅതീതു ഉമ്മത മുഹമ്മദിൻ നൂറൈനി കൈലാ യളുറുഹും ദുൽമതാനി. അല്ലയോ മൂസ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് 2 പ്രകാശം നൽകിയിരിക്കുന്നു. 2 ഇരുട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി, 2 ഇരുട്ട് അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി 2 പ്രകാശം അവർക്ക് പകരമായി ഞാൻ നൽകിയിരിക്കുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിനയാന്വിതനായി അള്ളാഹുവിനോട് ചോദിച്ചു: മൻ നൂറാനി യാ റബ്ബ്, അല്ലയോ രക്ഷിതാവേ, ഏതാണ് ആ 2 പ്രകാശം? അള്ളാഹു മറുപടി പറഞ്ഞു: നൂർ റമളാൻ വ നൂറുൽ ഖുർആൻ. അത് റമളാനാകുന്ന പ്രകാശവും മറ്റൊന്ന് ഖുർആനാകുന്ന പ്രകാശവുമാണ്. അപ്പോൾ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു: മാ ദുൽമതാനി യാ റബ്ബ്, ഈ രക്ഷിതാവേ 2 ഇരുട്ട് ഏതാണ്? ഫഖാല അല്ലാഹു തആല മറുപടി പറഞ്ഞു: ദുൽമത്തുൽ ഖബ്രി വ ദുൽമത്തു യൗമുൽ ഖിയാമ. ഖബറിലെ ഇരുട്ടും ഖിയാമത്ത് നാളിലെ ഇരുട്ടും. പരിശുദ്ധ റമളാനാകുന്ന പ്രകാശവും പരിശുദ്ധ ഖുർആനാകുന്ന പ്രകാശവും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ഖുർആനിൻ്റെ വാർഷികമായി അറിയപ്പെടുന്ന പരിശുദ്ധ റമളാനിനെ പവിത്രതയോടെയും നല്ല നിലയിൽ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ നോമ്പനുഷ്ഠിച്ചും അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ച് ഖുർആൻ ഓതിയും ഖുർആൻ പാരായണം ചെയ്തും നാം പരിശുദ്ധ റമളാനിനെ നീക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഖബറിലുള്ള ഇരുട്ടും ഖിയാമത്ത് നാളിലുള്ള ഇരുട്ടും നമുക്ക് രക്ഷ നൽകും. ഖബറിലുള്ള ഇരുട്ടിൽ നിന്നും ഖിയാമത്ത് നാളിൽ നിന്നുള്ള ഭീകരതയിൽ നിന്നും നാം രക്ഷ നേടും എന്നതാണ് സാരാംശം. എന്ന് മാത്രമല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഹദീസിലുണ്ട്:
قال صلى الله عليه وسلم الصيام والقرآن يشفعان للعبد يقول الصيام إني منعت الطعام والشهوات بالنهار فيشفعني فيه. നോമ്പും ഖുർആനും നാളെ പരലോകത്ത് വെച്ച് ഒരടിമക്ക് ശുപാർശ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ നോമ്പ് പറയും, അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമക്ക് ഭക്ഷണവും അതുപോലെ മറ്റു വികാരങ്ങളുമെല്ലാം നിരോധിച്ചു. വികാരങ്ങളും ശരീരേച്ഛകളും ഭക്ഷണവുമെല്ലാം നിന്റെ അടിമക്ക് ഞാൻ നിരോധിച്ചു. അതുകൊണ്ട് ഞാൻ നിന്റെ അടിമക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു, ശുപാർശ തേടുന്നു. ഖുർആൻ പറയുന്നു, ഞാൻ നിന്റെ അടിമയുടെ ഉറക്കം തടസ്സപ്പെടുത്തി. നിന്റെ അടിമ എന്നെ രാത്രിയിലും ദിവസം മുഴുവനും പാരായണം ചെയ്യുകയും ഖുർആനുമായിട്ടുള്ള ബന്ധം, ഞാനുമായിട്ടുള്ള ബന്ധം അഭേദ്യമായി ഊട്ടിയുറപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ അടിമക്ക് ശുപാർശ ചെയ്യുന്നു, ശഫാഅത്ത് ചെയ്യുന്നു എന്ന് ഖുർആനും പറയുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ പരിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തുവാനും പരിശുദ്ധ റമളാനിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും സർവശക്തനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين.